200 വാട്ട്സിന് മേളിലോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലേ കിറ്റ് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റിലേ കിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിങ്ങിന് കുഴപ്പം വരത്തില്ല. പക്ഷേ റിഫ്ലക്ടറിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് ഫിക്സ് ചെയ്യുന്നതിനകത്തൊരു റിഫ്ലക്ടർ ഉണ്ട്. ആ റിഫ്ലക്ടർ ചൂട് കൂടി കഴിയുമ്പോഴത്തേക്ക് രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഓപ്പോസിറ്റ് സൈഡിലെ വാഹനത്തിൻ്റെ വെട്ടം നമ്മുടെ കണ്ണിലോട്ട് അടിക്കുക. നമുക്ക് റോഡ് വിസിബിലിറ്റി ഒട്ടും തന്നെ കിട്ടില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു മഴ പെയ്യോ അല്ലെങ്കിൽ മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡ് നനഞ്ഞു കിടക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടത്തില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. പക്ഷേ ആ കാര്യത്തിനൊരു മാറ്റം വരുത്താനും ഒരു ബഡ്ജറ്റ് ഹെഡ്ലൈറ്റ് ബൾബും കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതും വെറുതെ ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് വെറുതെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു പരിപാടി പണ്ടുമില്ല ഇന്നുമില്ല. കൃത്യമായിട്ട് ഞാൻ യൂസ് ചെയ്ത് എൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്താലും അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും വളരെ കൃത്യമായിരിക്കും. കാരണം ഇതിന് 2 വർഷത്തെ അൺലിമിറ്റഡ് വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാവോ ഇവോ എന്ന് പറയുന്ന കമ്പനിയുടെ 150 വാട്ട്സിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം പലരും ചോദിച്ചൊരു കാര്യമാണ് ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് ബൾബ് വേണമെന്നുള്ള ഒരു കാര്യം. ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. ഞാൻ നേരത്തെ ഒരു 200 വാട്ട്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. 150 വേണോ 200 വാട്ട്സ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് 150 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് 75 + 75, ഒരു ബൾബിന് 75 വാട്ട്സ് വെച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സ്പെക്ക്, ഇതിൻ്റെ ലൂമൻ അഥവാ വെട്ടം ഔട്ട്പുട്ട്, പലരും ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റുകളൊക്കെ മേടിക്കും അല്ലെങ്കിൽ LED ലൈറ്റൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ 2000 രൂപ 3000 രൂപയൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര പേര് ഇതിൻ്റെ ലൂമൻ ചെക്ക് ചെയ്യുന്നുണ്ട്? വെറുതെ പാക്കറ്റിൽ പ്രിൻ്റ് ചെയ്യുന്ന പോലെ അല്ല ലൂമൻ്റെ കാര്യം. നമുക്ക് ലൂമൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഇതിന് 18,000 ലൂമനാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6000 കെൽവിനാണ് വരുന്നത്. പല ബൾബുകളും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം 6000 കെൽവിനാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് 6500 കെൽവിനാണ് കിട്ടുന്നത്. 6500 കെൽവിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള റോഡ് വിസിബിലിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അതിൽ ഒരു സംശയമില്ല. കാരണം ഞാനത് ഡ്രൈവ് ചെയ്ത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നിങ്ങളായിട്ട് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. പല ടെറൈൻസിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പല സിറ്റുവേഷനിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് ലോങ് ഡ്രൈവും മഴയൊക്കെ ഉള്ള സമയത്ത് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരും വെട്ടം കാണാതെ വാഹനം ഓടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹാലജൻ ബൾബിൽ ഒരു രീതിക്കുള്ള വെട്ടവും ഇല്ല. കാരണം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നോർമൽ ഒരു ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. വഴി കാണാൻ പറ്റൂല. ഇനി ആ ഒരു പ്രശ്നം വേണ്ട, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ വഴി കണ്ട് വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. 150 വാട്ട്സിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. കുറേ നാളായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഏതായാലും ഒരു ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലുള്ളതാണ്. ഇപ്പം നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ കൊട്ടേക്കനാലിൽ നിന്ന് പതുക്കെ തിരിച്ചിറങ്ങാണ്. നേരം വെളുത്തോണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കിടു എന്ന് പറഞ്ഞാൽ കിടു, ഒരു രക്ഷയില്ല. അതായത് ഒരു 200 വാട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ജസ്റ്റ് നോർമൽ എന്നല്ല, എന്നാൽ സാധാരണ ബൾബുകളെ ഞാൻ 152 വാട്ട്സൊക്കെ യൂസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കിടുവാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഔട്ടാണ് ഈ ഒരു ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ്. ഞാനിപ്പോൾ ഹെഡ്ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ടാണ് ഈ ഡ്രൈവും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഞാനിവിടെ ഒരു ഫോഗ് ലാമ്പ് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ദിവസമായിട്ട് ഈ വാഹനം വാഷ് ചെയ്തിട്ടില്ല. ഗ്ലാസ്സിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. കിടു എന്ന് പറഞ്ഞാൽ കിടു തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ഒരുപാട് വാട്ട്സിൻ്റെ കാണാറുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ വാഹനത്തിൽ 200 വാട്ട്സ് വരെ യൂസ് ചെയ്യാവുള്ളൂ. അതിന് മേളിലോട്ട് യൂസ് ചെയ്യാൻ പോകരുത്. കാരണം 200 വാട്ട്സിന് മേളിലോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലേ കിറ്റ് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റിലേ കിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിങ്ങിന് കുഴപ്പം വരത്തില്ല. പക്ഷേ റിഫ്ലക്ടറിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് ഫിക്സ് ചെയ്യുന്നതിനകത്തൊരു റിഫ്ലക്ടർ ഉണ്ട്. ആ റിഫ്ലക്ടർ ചൂട് കൂടി കഴിയുമ്പോഴത്തേക്ക് ഉരുകി പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് മങ്ങിപ്പോകാനും ഒക്കെ ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഹെഡ്ലൈറ്റിൻ്റെ വയറിങ്ങിന് നമ്മൾ റിലേ കൊടുത്തു. ഈ പറയുന്ന റിഫ്ലക്ടറിന് എന്താണ് ചെയ്യുന്നത്?
ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏകദേശം 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും റിഫ്ലക്ടർ മങ്ങി തുടങ്ങും. അങ്ങനെ മങ്ങി തുടങ്ങിയതിന് ശേഷം നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടില്ല. അതൊരു പ്രശ്നമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ പുറമേന്ന് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട്സും ലൂമനൊക്കെ ജസ്റ്റ് എഴുതി വിട്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൾബ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നായിരുന്നു, ഫോട്ടോ അയച്ചു തന്നു. 41,000 ലൂമനുണ്ട്, പക്ഷേ 150 വാട്ട്സേ ഉള്ളൂ. ഒരു കാരണവശാലും കിട്ടില്ല. കാരണം ഇതൊക്കെ ജസ്റ്റ് പേപ്പറിൽ വെറുതെ എഴുതി വിടുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രൈസ് ഒരുപാട് കുറച്ചവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ഒരിക്കലും നമുക്ക് പ്രൈസ് വലിയ കാര്യമായിട്ട് കുറയില്ല. എന്നാൽ ഇത് ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ തരാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ത്രൂ അയച്ചു തരുന്നതായിരിക്കും. വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ്. അൺലിമിറ്റഡ് 2 years റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 200 വാട്ട്സ് വേണോ 150 വാട്ട്സ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 200 വാട്ട്സ് എടുക്കുക. ഇനി അതല്ല, നമുക്കൊരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്നത് മതി, എന്നാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു 5 ഇരട്ടിയോളം പ്രകാശം കിട്ടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 150 വാട്ട്സ് എടുക്കാൻ സാധിക്കും. ഏതായാലും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ.